ഈ തിരുവെടുത്ത് പഠിക്കുമ്പോൾ മൃഗങ്ങൾ ഉപദേശം തരുന്ന ധാരാളം സംഭവങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. മൃഗമെല്ലാം കൂടെ സംസാരിക്കുന്നില്ലെന്നേ ഉള്ളു, പക്ഷേ മൗനമായിട്ടാണെങ്കിലും മനുഷ്യനോട് മൃഗം സംസാരിച്ചു കൊണ്ടിരിക്കുക. അല്ല, ഒടുവിൽ മൃഗം സംസാരിക്കുന്നെന്ന് വെളിപ്പാടിലുണ്ടല്ലോ, ഉണ്ട്. മൃഗം സംസാരിക്കും. തെളിവ് ഒത്തിരി ഉണ്ട്. നിഷ്കന്മക്ഷ യുഗത്തിൽ മൃഗം സംസാരിക്കുമായിരുന്നു. മൃഗം മാത്രമല്ല, പാമ്പ് സംസാരിക്കുമായിരുന്നു. തള്ളയിട്ടൊക്കെ പാമ്പല്ലേ വന്ന് പറഞ്ഞേ, ഇല്ലേ? അതാ പാപ്പച്ചനാണോ? പാമ്പല്ലേ മേ വന്ന് പറഞ്ഞേ? മിണ്ടുകയല്ല. തള്ള പാമ്പിൻ്റെ ഫോൺ നമ്പരും എല്ലാം മേടിച്ചിടയ്ക്ക് മിസ് കോളും വിട്ട് പാമ്പ് ഇങ്ങനൊരു പടവും അമ്മാമ്മയ്ക്ക് അയച്ചു. ഹായ്. ഇച്ചിരി കഴിഞ്ഞ് വിളിക്കാന്നോ? അതാ പാമ്പ് സ്ത്രീയോട് പാമ്പ് അങ്ങനല്ലേ എഴുതിയേക്കുന്നത്? പാമ്പ് സംസാരിക്കും. ഉദാഹരണം, പാപം ചെയ്തപ്പോഴായി സംസാരശേഷി നഷ്ടപ്പെട്ടത്. ഭൂമിയിൽ പാപം പ്രവേശിച്ചപ്പോൾ മൃഗത്തിൻ്റെ മനുഷ്യൻ്റെ സംസാരശേഷി അത്ര നല്ലതല്ലല്ലോ. ആണോ? അല്ലല്ല. ചിലർ അനാവശ്യം കൂട്ടിയ വർത്താനം പറയുള്ളൂ. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, എന്ത് ചോദിച്ചാലും അതിൻ്റെ മുന്നോ പിന്നോ എന്തെങ്കിലും ചേർക്കുന്നത് എനിക്കിപ്പം മൈക്കിൽ കൂടെ പറയാനൊക്കത്തില്ല. മറന്നിട്ടല്ല, അറിയാം. ഇപ്പോഴും പുള്ളിയോട് എന്തെങ്കിലും ചോദിച്ചാൽ പുള്ളി അത് എന്തെങ്കിലും മുന്നോ പുറകോ എന്തെങ്കിലും പുള്ളിക്ക് ചേർക്കണം. എന്തെങ്കിലും സംസാരം നല്ലതല്ല. അങ്ങനെ നമ്മുടെ ഇടയിലും ഉണ്ട് ആൾക്കാർ, ഉണ്ട്. പാപം ചെയ്യുന്നതിന് മുമ്പ് സംസാരിക്കുമായിരുന്നു. പാപം ചെയ്ത് കഴിഞ്ഞപ്പം ചിലരുടെ സംസാരശേഷിയും പോയി. ചിലർക്ക് സംസാരിക്കാൻ അറിയത്തുമില്ല, ചിലതിപ്പം മിണ്ടുന്നുമില്ല. ഇല്ല. ഉദാഹരണം, നമ്മൾ വീട്ടിൽ വളർത്തുന്ന കന്നാലി അങ്ങോട്ട് അമ്മ ഇറങ്ങുമ്പം അമ്മ പറ വരുന്നടി. അമ്മയ്ക്കും അറിയാം അന്നമ്മേന്നാ വിളിച്ചെന്ന്. അന്നമ്മേന്നാ വിളിച്ചത് മാ. അപ്പം അന്നമ്മയ്ക്ക് അറിയാം എന്നെയാ വിളിച്ചത്. അതാ അന്നം പറഞ്ഞ വരുന്നടി. വീട്ടിൽ വളർത്തുന്ന പാട്ടി ബാബു എന്നായി വിളിക്കുന്നത്. ബാബു ഉടനെ പോയിട്ട് വരാടാ. ഉടനെ പുള്ളിക്ക് മനസ്സിലായി. ഉണ്ടോ? ഈ മൃഗം സംസാരിക്കും. അങ്ങനെയെങ്കിൽ മൃഗങ്ങൾ നമ്മളെ ഉപദേശിക്കും. ഈ പുസ്തകം പഠിച്ചാൽ അങ്ങനെ ഉപദേശമുണ്ട്. ഉപദേശമാര് പറഞ്ഞിട്ട് അംഗീകരിക്കുന്നില്ല, ആരും കേൾക്കുന്നുമില്ല. അതുകൊണ്ട് യോബ് പറയുക, മൃഗത്തോട് ചോദിക്ക, അവൻ നിന്നെ ഉപദേശിക്കും. 7-ാം വാക്യം. മൃഗങ്ങളോട് ചോദിക്ക, അവ നിന്നെ ഉപദേശിക്കും. ഈ പുസ്തകം പഠിക്കുമ്പോൾ മൃഗം ഉപദേശം തരുന്ന അനവധി സംഭവങ്ങളുണ്ട്. എടുത്തു വായിപ്പിക്കുന്ന ഓടിച്ചങ്ങ് പറയാ. ഒന്നാമത് തരുന്ന ഉപദേശം സ്തോത്രം, സകലത്തിന്റെ മേലും മൃഗത്തിന്റെ മേലും മനുഷ്യന് അധികാരമുണ്ടായിരുന്നെന്നാ. സൃഷ്ടികർമ്മമെല്ലാം കൊണ്ട് നടത്തി ഒടുവിൽ സർവജ്ഞനായ ദൈവം തമ്പുരാൻ ആദാമിന്റെ മുൻപിൽ സകല ജീവജാലങ്ങളെയും മൃഗങ്ങളെയും വരുത്തി. ആദാം അവയ്ക്കിട്ടത് അവയ്ക്ക് പേരായി എന്ന് പറഞ്ഞാൽ സകല മൃഗവും തൻ്റെ മുന്നിൽ കൂടെ കടന്നു പോകുന്നത്. ഈ മൃഗത്തോട് ചോദിച്ച മൃഗം പറയും, ആദാം എന്ന് പറയുന്ന വ്യക്തി സ്വന്തം സകലത്തിൻ്റെ മേലും അധികാരമുള്ളവനാ എന്ന് പറഞ്ഞാൽ, ദൈവത്തോട് കൂടെ നടന്നാൽ, ദൈവത്തോട് ചേർന്നിരുന്നാൽ, ദൈവത്തോട് പറ്റി നിന്നാൽ, ദൈവത്തിൻ്റെ വഴിയിൽ നടന്നാൽ സകലതും നിനക്ക് കീഴാകും. ഇതാണ് ഈ മൃഗം തരുന്ന ഉപദേശം. ഉൽപ്പത്തി തരുന്നത് സകല മൃഗങ്ങൾ, ആനയും കടുവായും പുലിയും കരടി സകല കാട്ടുപോത്തും തരുന്ന ഉപദേശം എന്നാണെന്നറിയാമോ? ആദാം ദൈവത്തോട് കൂടെ നടക്കുക, ദൈവ സംസർഗത്തില, പാപം ചെയ്തിട്ടില്ല, പാപം പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ മൃഗം പറയും, പാപം ചെയ്യാതെ ദൈവത്തോട് കൂടെ നടന്നാൽ ഞങ്ങളെല്ലാം നിങ്ങൾക്ക് കീഴ്പ്പെടും. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു കാര്യം എന്നെ കേൾക്കുന്നവരോട് പറയാ, സകല പാപത്തിൽ നിന്ന് നമുക്ക് മോചനം, പാപത്തിന് പരിഹാരം ഒരേ ഒരു മാർഗമേ ഉള്ളൂ. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. യേശുവിന്റെ രക്തത്തിന് പാപം പരിഹരിക്കുവാൻ കഴിവുണ്ട്. അത് പുണ്യാക രക്തമാണ്, വിലയേറിയ രക്തമാണ്, നിർമ്മല രക്തമാണ്, സംസാരിക്കുന്ന രക്തമാണ്, വിലപ്പെട്ട രക്തമാണ്, പാപം മോചിക്കുന്ന രക്തം. ഇന്ന് രാത്രി ആ രക്തത്താൽ പാപമോചനം പ്രാപിക്കട്ടെ. മൃഗങ്ങളോട് ചോദിക്ക, അവ നിന്നെ ഉപദേശിക്കും. ഓടിച്ചു പറയാ. ബിലിയാമിന്റെ കഴുത,
ചരിത്രമൊന്നും ഞാൻ വിസ്തരിക്കുന്നില്ല. അപ്പോൾ യഹോവ കഴുതയുടെ വായു തുറന്നു. അത് ബിലിയാമിനോട്, നീ എന്നെ 3 വട്ടം അടിപ്പാൻ ഞാൻ നിന്നോട് എന്ത് ചെയ്തു? കഴുത തരുന്ന ഉപദേശം ഇതാ, അവൻ ദ്രവ്യാഗ്രഹം അകത്ത് കയറിയാൽ ദർശനം പോവും. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും അതാ കഴുത തരുന്ന ഉപദേശം. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഭൗതിക നന്മ നമുക്ക് ആവശ്യമാണ്. പക്ഷേ അതിൻ്റെ കുശാഗ്രബുദ്ധിയും തട്ടിപ്പും വെട്ടിപ്പും കാണിക്കരുത്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം ആവശ്യമാണ്. അതൊക്കെ തരാൻ ദൈവം വിശ്വസ്തനുമാണ്. സൂത്രത്തിൽ തന്ത്രത്തിൽ കൗശല ബുദ്ധിയിലൊന്നും സമ്പാദിക്കരുത്. സ്തോത്രം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലകാരണമാണ്. ഇതാ ബിലിയാമിൻ്റെ കഴുത തരുന്നു എന്ന് പറഞ്ഞാൽ അവന് കാശിനോടുള്ള ആർത്ത് കയറിയാൽ ദൈവീക ദർശനവും കൃപയെല്ലാം നഷ്ടപ്പെടുമെന്ന്. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അടിക്കേണ്ടിടത്തല്ല അടിക്കുന്നത്, പോകേണ്ട വഴിയല്ല പോകുന്നത്. കാരണം ബിലിയാമിനെ പറ്റി പുതിയ നിയമത്തിൽ വായിക്കുന്നത് അവൻ കൂലി കൊതിച്ച ബിലിയാമെന്ന. അകത്ത് മുഴുവൻ കൂലിയിരിക്കുക, അകത്ത് മുഴുവൻ ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശല ബുദ്ധിയാ. ഈ മൃഗം തരുന്ന ഉപദേശം അവൻ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലകാരണമാണ്. അതിലെ പുള്ളിയുടെ കാല് ഞെക്കിയത്, ദൂതനെ കണ്ടത്, ആകെ പ്രശ്നമായത്, ഒടുവിൽ ചത്തത് എങ്ങനെ? പുള്ളി പറഞ്ഞു ഭക്തൻ മരിക്കുന്നത് പോലെ ഭക്തൻ മരിക്കുമ്പോഴാണോ മരിച്ചത്? അയ്യോ, യുദ്ധം അങ്ങോട്ട് നടന്ന് ഇവനെ വെട്ടിക്കൊന്ന് പരുവക്കേടായി. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ്. ഇന്ന് രാത്രി മൃഗങ്ങളോട് ചോദിക്ക്, അവൻ നിന്നെ ഉപദേശിക്കും. ഓടിച്ച് പറയാം. പ്രവാചകൻ ഒരിക്കൽ നടന്നു വരിക. പ്രവാചകൻ അന്നേരം യൂത്ത് കുറേ ഉണ്ട്. യൂത്ത് പിള്ളേരെല്ലാം കൂടെ പുള്ളിയെ കളിയാക്കി. മൊട്ടത്തലയാ കയറി വായിപ്പിക്കുന്നില്ല, അറിയാമല്ലോ, മൊട്ടത്തലയാ. അപ്പം എൻ്റെ ചിന്ത, പുള്ളി മുടി വളർത്തിയ ഉപദേശിയല്ല. ഇപ്പം അങ്ങനത്തെ ഉപദേശിമാരും ഉണ്ട്. പാട്ടുന്നിട ഉണ്ട്. ഹല്ലേലൂയ എന്ന് പറഞ്ഞു വെച്ച് മുടിയെടുത്തട്ടെ ഉണ്ട്. അങ്ങനെയുള്ളവരുണ്ട്. ഇന്നാളെ ഒരാൾ റബ്ബർ ബാൻഡ് ഇട്ടുകൊണ്ട് വരുന്നു. ഇവർ പിന്നെ മര്യാദയ്ക്ക് മുടിയൊക്കെ വെട്ടി യോഗ്യമായിട്ട് നിൽക്കുന്നു, അഭിനന്ദ നിൽക്കുന്നു. ചിലതൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. അവനെ വളർത്തിക്കോ, പക്ഷേ ഒരു ആത്മീക ശുശ്രൂഷയിൽ വേണ്ട. ഇതാ നമ്മുടെ ശുശ്രൂഷ ആത്മീക ശുശ്രൂഷകളാണ്. ഇതിനകത്ത് വരുമ്പോൾ യോഗ്യമായിരിക്കണം. മുടി വളർത്തരുതെന്നോ അതൊന്നും പിടുത്ത വിഷയമല്ല. ശുശ്രൂഷയ്ക്ക്, സ്റ്റേജിൽ, ആരാധനയ്ക്ക് ഒക്കെ വരുമ്പോൾ യോഗ്യമായിരിക്കണം. ഇപ്പോൾ ഇതൊന്നും തീർത്ത് പറയാനും ഒന്നും മിണ്ടാനൊക്കെ വല്ലാത്ത കാലമാണ്. മിണ്ടിയ അന്നേരം തന്നെ പ്രശ്നമാണ്. അതുകൊണ്ട് മാഷന്മാരും വളരെ പേടിച്ചൊക്കെയാണ് ജീവിക്കുന്നത്. എനിക്ക് പിന്നെ ഇതൊന്നും വിഷയമല്ല. ഇനി എന്നാ വിഷയം ഉണ്ടാകാനാ? പണ്ടൊരു തെങ്ങയിൽ നിന്ന് വന്ന് തല തെറിച്ച് പോയപ്പം പമ്പള വന്ന് പറഞ്ഞു, എൻ്റെ ദൈവമേ, ഇതിലും വലുത് തലയില്ല, ഇതിലും വലുത് എന്നാ വരാനാ? ഒരു കാര്യം പറയാം, നമ്മുടെ വിഷയത്തിൽ വരാം. മൊട്ടത്തലയാ കയറി വരാൻ കളിയാക്കുക, പരിഹസിക്കുക. ഉപദേശിയെ കളിയാക്കുക, പരിഹസിക്കുക. അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ. ഉപദേശിയെ പരിഹസിക്കുക, മൊട്ടത്തലയാ കയറി വരാൻ. ഉപദേശിമാരെ കളിയാക്കുന്ന, പരിഹസിക്കുന്ന, നിന്ദിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ആക്ഷേപിച്ചവരൊക്കെ ഒന്നെങ്കിൽ മാനസാന്തരപ്പെടും, ഇല്ലേ മേടിച്ച് കിട്ടും. പരമാർത്ഥ മനസ്സോടെ ജീവിക്കുന്നവനെ, വിശ്വസ്തയോടെ ജീവിക്കുന്നവനെ നീ ഞോണ്ടാൻ പോയാൽ വിവരം അറിയും. അതുപോലൊരു സംഭവം ഇവിടെ. മൊട്ടത്തലയാ കയറി വരാൻ. പുള്ളി ഉടനെ മൊട്ടത്തലയാ തിരിഞ്ഞൊന്ന് നോക്കിയപ്പോൾ അവിടുത്തെ വാക്യം, കാട്ടിൽ നിന്ന് 2 പെൺകരടി ഇറങ്ങി വന്നെന്ന്. അപ്പോൾ കാട്ടിൽ നിന്ന് 2 പെൺകരടി ഇറങ്ങി വന്ന് അവരിൽ 42 ബാലന്മാരെ കീറിക്കളഞ്ഞു. ഹോശിയ പ്രവചനത്തിൽ വായിക്കുന്നത് ഹൃദയത്തിൻ്റെ നെയ്വല കീറുവന്ന. വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല. ഞാൻ നേരത്തെ പുസ്തകം മടക്കി അങ്ങ് കൊടുത്തില്ല. കാരണം അങ്ങനെ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരനെ ഏൽപ്പിച്ചു. അങ്ങനെ ഞാൻ ഏൽപ്പിച്ചല്ലോ, അതുകൊണ്ട് ഇനി വായിപ്പിക്കുന്നില്ല. അപ്പോൾ കാട്ടിൽ നിന്ന് 2 പെൺകരടി ഇറങ്ങി വന്നു. അവരിൽ അപ്പോൾ കുറച്ചേറെ പിള്ളേരുണ്ടായിരുന്നു. കിട്ടിയതാണ് 42. ഒരു പെൺകരടിക്ക് 21 വെച്ച്. കരടിയും പറഞ്ഞാണ്, നല്ല കോളായിരുന്നല്ലോ. ഈ കരടിയോട് ചോദിച്ചാൽ കരടി പറയും, എടാ കൊച്ചുങ്ങളെ, എല്ലാവരെയും നിന്നിച്ച് കളിയാക്കുന്നത് പോലെ അഭിഷേകത്തിൻ്റെ നേരെ നീ കയറി കൊമ്പ് കോർക്കരുത്. എല്ലാവരെയും ഞോണ്ടുന്നത് പോലെ, എല്ലാവരെയും തൊടുന്നത് പോലെ, എല്ലാവരെയും കയറി ഉപദ്രവിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുന്ന, ജീവിക്കുന്ന, ആരാധിക്കുന്ന ദൈവഭക്തന്മാരെ തൊട്ടാൽ നീ വിവരം അറിയും. നമ്മൾ തിരിച്ചടിക്കത്തില്ല, അത് നമ്മുടെ മാർഗവുമല്ല.
ഒന്നും പറയത്തില്ല. നമ്മളെയൊക്കെ തല്ലിയാൽ നിന്ന് കൊള്ളുക അല്ലാതെ, എന്നെയാന്നെ തല്ലിയാൽ ഒറ്റയടിക്ക് ഞാൻ താഴെ വീണ് ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. ഒരു കൽപ്പും കടയൊന്നുമില്ല. ഓ അല്ല ഒന്ന് തല്ലി നോക്ക്, ഒറ്റയടിക്ക് താഴെ വീഴുമെന്ന്. പക്ഷെ പിന്നെ ഒരടിക്കൊക്കെ നിൽക്കുന്നു കൊടുക്കുമായിരിക്കും. എന്നെ കിട്ടുകയല്ല, ആദ്യത്തെ അടിക്ക് താഴെ വീഴും. നിന്നുകൊള്ളാനൊക്കത്തില്ല, താഴെ കിടന്ന് കൊള്ളുകയല്ലാതെ. അതല്ലേ അനേക ദൈവദാസന്മാരെ ഉപദ്രവിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല, ചിലർ എതിർക്കുന്നില്ല. തല്ലാനാക്കമില്ലാഞ്ഞിട്ടാണോ? നമ്മുടെ മാർഗം ഇതല്ലല്ലോ. സ്തോത്രം. അനാവശ്യം നമ്മളെ പറയുന്നു. നാളൊരു തള്ള എന്നോട് പറഞ്ഞു, എൻ്റെ നല്ല ഫസ്റ്റ് ക്ലാസ് ചീത്ത ഇരിപ്പുണ്ടെന്ന് എന്നോട്. പക്ഷെ ഞാൻ പറയത്തില്ല, എന്നോട് പറഞ്ഞതാ. എൻ്റെ നല്ല അതാ പുള്ളി അമ്മയുടെ ഭാഷ ഫസ്റ്റ് ക്ലാസ് ചീത്ത. നാ ഒന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുമില്ല, പറഞ്ഞിരുന്ന തള്ള പറഞ്ഞേനോ. നമ്മുടെ മാർഗം തിരിച്ചു പറയുന്നതല്ലല്ലോ, തിരിച്ച് പ്രതികരിക്കുന്നതുമല്ല. നമുക്കൊറ്റ മാർഗമുള്ളൂ, മുട്ടയിലിരിക്കും, പ്രാർത്ഥന. സ്തോത്രം. അവരെന്നോട് ചെയ്യുന്നതില്ല എനിക്ക് പ്രാർത്ഥനയുള്ളെന്നാണ് ഭക്തൻ എഴുതിയേക്കുന്നത്. ഏതായാലും ഒരു കാര്യം പറഞ്ഞാൽ, മൃഗം ഈ കരടിക്കുട്ടന്മാർ പറയും, ആമേൻ, എല്ലാവരെയും തൊടുന്നത് പോലെ പ്രാർത്ഥിക്കുന്നവനെ തൊടരുത്, നിന്നെ കീറിക്കളയും, ദൈവം നിന്നെ കീറിക്കളയുമെന്ന്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞുങ്ങളോട് പറയാം, പ്രശ്നങ്ങൾ വരുമ്പോൾ, പോരാട്ടം വരുമ്പോൾ, എതിരുകൾ വരുമ്പോൾ, നിനക്കെതിരെ പീഡകൾ അടിച്ചുവിടുമ്പോൾ നിരാശപ്പെടരുത്, തകർന്നു പോകരുത്, തളരരുത്. മുട്ടയിലിരുന്ന് പ്രാർത്ഥനയിൽ പോരാടണം. എന്തിനാണെന്നറിയാമോ? അങ്ങനെയുള്ളവർക്ക് ദൈവം മാനസാന്തരം കൊടുക്കാൻ. അവർ നശിച്ചു പോകാനല്ല, അവർ തകർന്നു പോകാനല്ല, ദൈവം അവർക്ക് മാനസാന്തരം കൊടുക്കണം. നമ്മൾ അനുഭവിക്കുന്ന ആത്മീയ സന്തോഷം അവരും അനുഭവിക്കണം. നമ്മുടെ സന്തോഷം അങ്ങനെ ആ ധാന്യവും വീഞ്ഞും മർദ്ദിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നമ്മുടെ ഹൃദയം നിങ്ങളിൽ ദൈവം തന്നിരിക്കുക. ആ സന്തോഷവും അവരും അനുഭവിക്കണം. മൃഗങ്ങളോട് ചോദിക്കുക, അവ നിന്നെ ഉപദേശിക്കും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ മൃഗം പറയും, പാപം ചെയ്യാതിരുന്നാൽ സകലതും അനുസരിക്കും. ബിലിയാമിൻ്റെ കഴുത പറയും, ആമൻ സ്തോത്രം, ആമൻ ദ്രവ്യാഗ്രഹം അകത്ത് കുമിഞ്ഞു കയറിയാൽ നിന്റെ ദർശനം നഷ്ടപ്പെട്ട് നീ അധപ്പതിച്ചു പോകും, ഭക്തൻ മരിക്കും പോലെ മരിക്കുകയില്ല. 3, ഈ കരടിക്കുട്ടന്മാർ പറയും, എല്ലാവരെയും കളിയാക്കുന്നത് പോലെ, പരിഹസിക്കുന്നത് പോലെ അഭിഷിക്തനെ തുടരുത്. സ്തോത്രം, സ്തോത്രം. അങ്ങനെയൊക്കെ പെന്തിക്കോസുകാരെ അടച്ച് ആക്ഷേപിച്ച് കളിയാക്കിയവരെ അറിയാവല്ലോ, മേടിച്ച് കെട്ടിയതൊക്കെ ഞാൻ പറയണ്ടല്ലോ, അറിയാവല്ലോ. ദൈവത്തിന് മഹത്വം. ദാനിയേൽ പ്രവചനത്തിൽ രാജാവിനോട് പ്രാർത്ഥിക്കാത്ത വിഷയം നിമിത്തം സിംഹത്തിൻ്റെ ഗുഹയിലിട്ടു. രാജാവിന് ഉറക്കം വന്നില്ല. വിസ്തരിക്കേണ്ട, നിങ്ങൾക്കറിയാം. അധികാലത്ത് രാജാവ് ഗുഹാമുഖത്ത് വന്ന് ഗൽഗതത്തോടെ ചോദിക്കുക, ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനാകുന്ന ദാനിയേലേ, നീ അതിനകത്തെങ്ങാനും ഉണ്ടോടാന്ന്. ദാനിയേൽ കരക്കോട്ട് കയറി കൈയടിച്ച് വെച്ച് പറഞ്ഞ്, രാജാവിന് ദീർഘായുസ് ഉണ്ടാകട്ടെ. അടുത്ത പറ, നിങ്ങൾക്കെല്ലാം മനപ്പാടമ, രാജാവേ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം ആമേൻ തൻ്റെ ദൂതനെ അയച്ച് സിംഹത്തിൻ്റെ വായെ അടച്ചു കളഞ്ഞെന്ന. ഹല്ലേലൂയ. ഞാൻ വിവരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. ഈ സിംഹത്തോട് ചോദിച്ചാൽ സിംഹം പറയും, ആമൻ, ഇവിടെ അനേകർ ഈ ഗുഹയ്ക്കകത്ത് വന്നിട്ടുണ്ട്, ഒരെണ്ണത്തിനെ ഞങ്ങൾ വെറുതെ വിട്ടിട്ടില്ല, വരുന്നതിന് മുന്നേ ആടിപ്പിടിച്ച് അവൻ കീറി പറിച്ച് അടിച്ച് ശരിയാക്കുന്ന ഒറ്റയടി വരുമ്പളെ അടിയല്ലേ, അടിച്ച് താഴെ ഇട്ട് പറിച്ച് പിച്ച് ചീന്തി കീറിക്കളയും. പക്ഷേ ഇന്നലെ രാത്രി ഒരുത്തം വന്നു. എല്ലാ പ്രാവശ്യവും വരുന്നത് പോലെ അല്ല ഇന്നലെ രാത്രി വന്നവൻ ആരാന്നറിയാമോ? അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനാ, അവൻ വിശുദ്ധിയോടെ ജീവിക്കുന്നവനാ, അവൻ പ്രമാണം കാക്കുന്നവനാ, അവൻ ദൈവവചനം ധ്യാനിക്കുന്നവനാ, അവൻ പ്രമാണത്തിൽ നിൽക്കുന്നവനാ, ഉപരി അവൻ പതിവ് തെറ്റാതെ പ്രാർത്ഥിക്കുന്നവനാ. അവനെ തൊടാൻ പോലും ഞങ്ങളെ അനുവദിച്ചില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, പ്രാർത്ഥിക്കുന്നവനെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രാർത്ഥിക്കുന്നവനെ അവനെ ഉപദ്രവിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അഥവാ എന്തേലും വരുന്നുണ്ടെങ്കിൽ ദൈവം അനുവദിച്ചിട്ടാ. പ്രൈസ് ദി ലോർഡ്. ഈ സിംഹഗുഹയ്ക്കകത്ത് കിടക്കുന്ന സിംഹം പറയും, എല്ലാവരെയും തൊടുന്നത് പോലെ പ്രാർത്ഥിക്കുന്നവനെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. മൃഗങ്ങളോട് ചോദിക്ക്, അവ നിന്നെ ഉപദേശിക്കും. ഞാൻ വിശദീകരിക്കാൻ അങ്ങ് പോയിന്റ് പറഞ്ഞു പോവുക, നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്. ആ കർത്താവിന് യെരൂശലേമിലേക്ക് യാത്ര ചെയ്യണം. ദൈവത്തിൻ്റെ ഭഗത്ത് ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലണം. അവിടെ ചെല്ലുമ്പോൾ ഇതുവരെ ആരും കയറിയിട്ടില്ലാത്ത കഴുതയെയും കഴുതയുടെ കുട്ടിയെയും കാണും. അതിനെ അഴിച്ചോണ്ട് വരണം. ആരെങ്കിലും ചോദിച്ചാൽ പറയണം, ഗുരുവിന് ഇതിനെ കൊണ്ട്
ആവശ്യമുണ്ട്. ഞാൻ അധികം വിവരിക്കുന്നില്ല. ശിഷ്യന്മാരെ പറഞ്ഞതുപോലെ ചെന്ന് കഴുതക്കുട്ടിയും കഴുതയും അഴിച്ച് യേശുവിൻ്റെ അടുക്ക കൊണ്ടുവന്ന വസ്ത്രം അതിൻ്റെ മുകളിലിട്ട് നമ്മുടെ കർത്താവ് ആ കഴുതയുടെ മുകളിൽ വാഹനമേറി പോകുക. അത് പ്രവചനം നിവൃത്തിയാകുന്നതാണ്. ഭാഗ്യങ്ങൾ എടുപ്പിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, ദൈവത്തിന് സിയോൻ പുത്രിയെ നിന്റെ രാജാവ് സൗമ്യനായിട്ട് കഴുതപ്പുറത്ത് വരുന്നെന്ന ആ പുസ്തകത്തിലെ വാക്യം. അങ്ങനെ യെരൂശലേമിലേക്ക് യേശു കഴുതയുടെ മുകളിൽ. അപ്പോൾ സകല മനുഷ്യരും വൃക്ഷത്തിൻ്റെ കൊമ്പുകളും കുരുത്തോലകളും വിലയേറിയ വസ്ത്രങ്ങളും എല്ലാം ഈ രാജപാതയിൽ അല്ലെങ്കിൽ പോയ വഴിയിൽ ഇങ്ങനെ വിരിച്ചു. കഴുത ഇതിൻ്റെ പുറത്തൂടെ കയറി സഞ്ചരിക്കുക. ആമേ, എല്ലാവരും തൊഴുന്നു, വീശുന്നു, ഹോശന്ന പാടുന്നു. ആമേ, എല്ലാവരും കൈ വീശുന്നു, ഹോശന്ന പാടുന്നു. ഈ കഴുതയ്ക്ക് ഒരു കാര്യം പറയാനുണ്ട്. ആരും കാണാതെ, ആരും ഗവനിക്കാതെ, എല്ലാവരാലും തള്ളപ്പെട്ട് ഏതോ ഒരു വീട്ടിൽ ഏതോ ഒരു കുത്തി കെട്ടപ്പെട്ട് കിടന്ന് ഞാൻ ഇപ്പൊ തന്റെ ആൾക്കാരെന്നെ കൈ കാണിക്കുന്നു, വീശുന്നു. വിലയേറിയ വസ്ത്രം, അലമാരയ്ക്കകത്ത് വെച്ച വസ്ത്രം വരെ കൊണ്ടുവരുന്നത്. ആമേൻ, എല്ലാം കൊണ്ടിടുന്നു, കുരുത്തോല കൊണ്ടിടുന്നു, വൃക്ഷത്തിന്റെ ഇല വെട്ടിയിടുന്നു. അയ്യോ, ഞാൻ ഇതിന്റെ മുകളിൽ കൂടെ യാത്ര ചെയ്യുകയാ. എങ്ങോട്ട്? യെരൂശലേം പള്ളിയിലോട്ട്. അയ്യോ, പണ്ടാന്നെ പള്ളിയുടെ അയലത്ത് ചെല്ലാനൊക്കത്തില്ല. കാരണം ഞങ്ങളുടെ കഴുത്ത് പിടിച്ച് ക്ലിക്ക് എന്നൊരു ശബ്ദം കേൾക്കാം. ഓടിക്കുക. അതാ ഗതി. കഴുതേനെ പടലിക്ക് പിടിച്ചോടിക്കാനാ. എന്നെ യാഗം കഴിക്കാൻ പറഞ്ഞ് അങ്ങോട്ട് ചെല്ലാനൊക്കത്തില്ല. പക്ഷെ ഇപ്പത്തേണ്ട യേശു ഞങ്ങളുടെ മുകളിൽ വന്നതുകൊണ്ട്, യേശുവിന് ഇരിക്കാൻ ഇടം കൊടുത്തത് കൊണ്ട്, യേശു ഞങ്ങളുടെ മുതുകിൽ ഇരിക്കുന്നത് കൊണ്ട് എല്ലാവരും ഞങ്ങളെ ബഹുമാനിക്കുക. ഈ കഴുതയോട് ചോദിച്ചാൽ കഴുത പറയും, യേശുവിന് ഇരിക്കുവാൻ, യേശുവിന് യാത്ര ചെയ്യുവാൻ, യേശുവിന് വസിക്കുവാൻ നിന്റെയും നിന്റെ കുടുംബത്തെയും ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ നീ അവൻ ചിന്തിക്കാത്ത വിധങ്ങളിൽ കൂടി, ഉദ്ദേശിക്കാത്ത വഴികളിൽ കൂടി ദൈവം നിന്നെ നടത്തും, ദൈവം നിന്നെ ഉയർത്തും. അതനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക. നമ്മുടെ കഴിവ് കൊണ്ടോ ഗുണഗണങ്ങൾ കൊണ്ടോ മാന്യത കൊണ്ടല്ല, യേശു നമ്മളിൽ വന്നത് കൊണ്ടാ. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഞാൻ എപ്പോഴും പറയും, ആരേലും 10 രൂപ തരുന്നെങ്കിൽ, പച്ചവെള്ളം തരുന്നെങ്കിൽ, ചെല്ലുമ്പോൾ ഒരു കസേര ഇരിക്കാൻ തരുന്നെങ്കിൽ, വണ്ടിയെ കയറ്റുന്നെങ്കിൽ, യാത്ര ചെയ്യാൻ അനുവദിക്കുന്നെങ്കിൽ, കൈ തരുന്നെങ്കിൽ, മാന്യമായിട്ട് ഇടപെടുന്നെങ്കിൽ, ഒരു നേരത്തെ ഭക്ഷണം തരുന്നെങ്കിൽ, നമ്മുടെ കഴിവ് കൊണ്ടോ കുടുംബശ്രേഷ്ഠത കൊണ്ടോ വിദ്യാഭ്യാസത്തിന്റെ മിടുക്ക് കൊണ്ടോ ശരീരത്തിന്റെ മെച്ചം കൊണ്ടോ കായബലം കൊണ്ടല്ല, യേശു നമ്മളിലുള്ളത് കൊണ്ടാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദേശക്കാരോടും സമീപവാസികളോടും പ്രിയപ്പെട്ടവരോടും കൂടപ്പെട്ടവരോടും അറിയിക്കാനുള്ളത്, നീ യേശുവിനിരിക്കാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുക്ക്. യേശുവിന് നിന്റെ ഹൃദയം കൊടുക്ക്. യേശുവിന് നിന്റെ ഭവനം തുറന്നു കൊടുക്ക്. കർത്താവിന്റെ വേലയ്ക്ക് നിന്നെയും നിന്റെ കുടുംബത്തെ ഏൽപ്പിക്ക്. ദൈവം ഈ ദേശത്ത് ദൈവം നിന്നെ ഉയർത്തും. മൃഗങ്ങളോട് ചോദിക്കാ, അവ നിന്നെ ഉപദേശിക്കും. സമയം എന്തുവായി? 10 നിർത്തുക. 10 10 മിനിറ്റ് ഉണ്ട്. 10 മിനിറ്റിനകം പെട്ടെന്ന് പറയാം. മൃഗങ്ങളോട് ചോദിക്കാ, അവ നിന്നെ ഉപദേശിക്കും. അടുത്തതോടെ വായിച്ചു. അതോടെ ഉള്ള അതിനെ നേരെ ഉള്ള വായിരും. ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കാം. അവ പറഞ്ഞു തരും. കണ്ടോ, അവ പറഞ്ഞു തരും. പക്ഷി ഉപദേശം തരും. വേദപുസ്തകം പഠിച്ച പക്ഷികൾ ഉപദേശം തരും. ആദ്യത്തെ ഉപദേശം തരുന്നത് പക്ഷികളെല്ലാം പെട്ടകത്തിനകത്ത്. പക്ഷിയും മൃഗങ്ങളും എല്ലാം ഉണ്ട്. മൃഗത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇനി അത് എടുക്കുന്നില്ല, പക്ഷിയെ എടുക്കാം. പെട്ടകത്തിൽ, നോഹയുടെ പെട്ടകത്തിൽ സകല പക്ഷികളും ഉണ്ട്. പറവജാതികൾ, ശുദ്ധിയുള്ളതും എല്ലാം ഉണ്ട്. ഗരുഡനുമുണ്ട്, കുയിലുമുണ്ട്, പരുന്തുമുണ്ട്, കോഴിക്കുഞ്ഞുമുണ്ട്, ഇല്ലേ? പുള്ളുമുണ്ട്, താറാകുഞ്ഞുമുണ്ട്. അപ്പൊ പുള്ളും കുരുവിക്കുഞ്ഞും പരുന്തും കോഴിക്കുഞ്ഞും ഗരുഡനും മാടത്തെ എല്ലാം പെട്ടകത്തിനകത്താണ്. മുഴുവനെണ്ണോ. ഈ പെട്ടകത്തിനകത്തിരിക്കുന്ന ഈ പക്ഷികൾ തരുന്ന ഉപദേശം എന്നാണെന്നറിയാമോ? ഞങ്ങളെല്ലാം മാനസാന്തരപ്പെട്ടു. പരുന്ത് കോഴിക്കുഞ്ഞിനെ നോക്കി പറയാം സ്തോത്രം. പിന്നെ കോഴിക്കുഞ്ഞു പരുന്തിനെ നോക്കി പ്രൈസ് അല്ല. ഉടനെ പുള്ള് കോഴിയെ നോക്കി ജീസസ്. ഉടനെ കോഴി ജീസസ് പ്രൈസ് അല്ല. എന്തുകൊണ്ട്? ഉടനെ പരുന്ത് പറഞ്ഞു കൃപയാൽ സന്തോഷം. കോഴിക്കുഞ്ഞിനോട് ചോദിച്ചു എന്തുകൊണ്ട് വിശേഷം? ദൈവകൃപ കൊണ്ട് ഇതിനകത്ത് കയറി. നമുക്ക് സ്തോത്രം ചെയ്യാം. നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, പെട്ടകത്തിനകത്തെ കാര്യമാണ്. നിങ്ങൾക്ക് ഞാൻ പിന്നെ അവസരം തരാം. ഈ പെട്ടകത്തിനകത്തിരിക്കുന്ന പക്ഷികൾ തരുന്ന ഉപദേശം, നീ ക്രിസ്തുവാകുന്ന പെട്ടകത്തിനകത്ത് കയറിയാൽ വൈരാഗ്യമോ
വഞ്ചനയോ ചതിവോ തമ്മിത്തല്ലോ കൊലപാതകമോ അക്രമമോ അനീതിയോ തൊടുത്തിക്കുത്തോ പാച്ചിലോ കൂത്തോ ഇതൊന്നും ഉണ്ടാകുകയല്ല. യേശു ക്രിസ്തുവാകുന്ന പെട്ടകത്തിനകത്ത് നീ കയറി ഇരുന്നാൽ യാതൊരു പ്രശ്നമില്ല. വെളിയിലായിരുന്നേലോ കോഴിയും കുഞ്ഞുങ്ങളും കൊത്തിച്ചെന്നിറക്കിക്കുക പരുന്ന് അന്നേരം പെട്ടകത്തിന് വെളിയിലാന്നേലോ. പണ്ട് അമ്മ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ കോഴിക്ക് അടവെക്കും, താറാമുട്ടയും കോഴിക്കാ വെക്കുന്നത്. കോഴിമുട്ടയാണ് 21 ദിവസം 22 ആകുമ്പോൾ കൊത്തിച്ചടങ്ങും. താറാമുട്ടയ്ക്ക് 28. താറാമുട്ടയ്ക്ക് 28 കെട്ടുകയല്ല, 28 ദിവസം. അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെ കൊത്തിച്ചിറക്കുമ്പോൾ അമ്മ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. കൊത്തിച്ചിറക്കി കഴിയുമ്പം ഈ നെടിയരിയാന്നേ പൊടിയരിയാക്കും, ചെറുതായിട്ട് കല്ലേ വെച്ച് ഒതുക്കി അതൊക്കെ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഞങ്ങളോട് പറയാം, നോക്കിക്കോണം. ഒരു വടിയൊക്കെ തരും. നമ്മളിങ്ങനെ നോക്കുമ്പോൾ മേളിക്കൂടി ഇങ്ങനെ നടക്കുന്ന കാണാം. കണ്ണ് തെറ്റിയാൽ റാഞ്ചും. ഏതാ? വെളിയിലായതുകൊണ്ട്. ആ റാഞ്ചുന്ന പരുന്തും ഈ കോഴിക്കുഞ്ഞ് ഇപ്പോൾ പെട്ടകത്തിനകത്ത് സുഖമായിട്ടിരിക്കുക. രണ്ടുപേരും അടുത്തടുത്തായിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് കയ്യും കൊടുക്കുന്നുണ്ട്. പ്രൈസ് ലോർഡ്. ഇത് വെളിയിലാണേ നടക്കുമോ? സ്തോത്രം. ഈ പെട്ടകത്തിനകത്തേ നടക്കൂ. അതാ പെട്ടകത്തിൻ്റെ വിശേഷത. ഈ പെട്ടകം ക്രിസ്തുവാകുന്ന പെട്ടകം. ഇതിനകത്ത് കയറിയാൽ നിനക്ക് രക്ഷയാ. ഞാൻ പറയാറുണ്ട്, പെട്ടകത്തിൻ്റെ പുറത്ത് ന്യായവതി. ഏതാ? ജലപ്രളയം. പെട്ടകത്തിനകത്തോ രക്ഷ. എൻ്റെ ഭാഷ പറഞ്ഞാൽ രക്ഷയും ന്യായവതിയായിട്ട് ഒത്തിരി ദൂരമൊന്നുമില്ല. 5 പലകയുടെ വ്യത്യാസം എൻ്റെ ഭാഷയാണ്. പലകയ്ക്കകത്ത് രക്ഷ, പലകയുടെ പുറത്ത് ന്യായവതി. ഇന്ന് രാത്രി രക്ഷയാകുന്ന പെട്ടകത്തിനകത്ത് നീ കയറിക്കോണം. ഇതിനകത്ത് കയറിയാൽ നിനക്ക് സുഖമാണ്. ഇതിനകത്ത് നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. ദീർഘദിവസങ്ങൾ വെള്ളം പൊങ്ങിയെങ്കിലും ഇതിനകത്ത് കയറിയ ഒരെണ്ണം ചത്തില്ല. പുറത്തിരുന്ന സകലതും ചത്തു. ഇതിനകത്തിരുന്നതിനെല്ലാം സുരക്ഷിതത്വമുണ്ട്. ഈ പക്ഷികളോട് ചോദിച്ചാൽ പക്ഷി പറയും, അയ്യോ വെളിയിൽ ഇരിക്കുകയായിരുന്നേ ഒരു സുരക്ഷിതത്വമില്ല, പരുന്ത് ഞങ്ങളെ എന്നേ അടിച്ചു മാറ്റിയാണ്. എന്നാൽ ഈ പെട്ടകത്തിനായതുകൊണ്ട് പരുന്ത് ഞാനും അടുത്തടുത്ത സീറ്റിലായിരിക്കുന്നത്. ഇത്രയും ദിവസം ഇരുന്നിട്ട് യാതൊരു കുഴപ്പവുമില്ല. പക്ഷികളോട് ചോദിക്കുക, അവ പറഞ്ഞു തരും. ഇനി പുസ്തകത്തിലില്ലെങ്കിൽ ഒരു ചിന്ത പറയാം. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അമ്മ കോഴിക്കുഞ്ഞുങ്ങളെ കൊത്തിച്ചിറക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പൊടിയരി ഒന്നുകൂടെ കുറച്ചുകൂടെ ചെറുതാക്കി വെച്ച് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. ഇത് ഇറങ്ങി വരുമ്പോഴേ പച്ചമഞ്ഞൾ കല്ലേ വെച്ച് അരച്ച് വെള്ളത്തിൽ കലക്കും. കലക്കി വെച്ച് ആ വെള്ളവും കൊണ്ട് ഒരു പാത്രത്തിൽ വെള്ളവും മഞ്ഞൾ കലക്കിയ വെള്ളം, ഇപ്പറ ചെറിയ പൊടിയരി. അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ അങ്ങോട്ട് വന്ന് ചില മുട്ട വിരിഞ്ഞ് വരുമ്പോൾ ഈ കോഴിക്കുഞ്ഞിൻ്റെ ചുണ്ടിലൊരു പാടയുണ്ട്. അത് അമ്മ പൊളിച്ച് കളയും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷേ ഞങ്ങൾക്കത് കാണാനൊന്നും നേരം. അപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ കുഞ്ഞുങ്ങൾ ഈ പൊടിയരിയിലെ ഒരു കൊത്തി വെച്ച് ഈ വെള്ളത്തിലൊന്നും മുത്തും. മുത്തി വെച്ചു എൻ്റെ ഭാഷ പറഞ്ഞ സ്തോത്രം ചെയ്യുന്നതാണ്. ആയുസിലാദ്യം ഈ പൊടിയരി ഈ വെള്ളവും തന്ന ദൈവത്തിന് സ്തോത്രം. നീ മൂക്ക് മുട്ട തിന്നുക, സ്തോത്രം പറയുന്നുണ്ട്. ചിലര് പ്രാർത്ഥിച്ചേച്ച് കഴിക്കുന്നവരുണ്ട്, ദൈവത്തിന് നന്ദി പറഞ്ഞ് കഴിക്കുന്നവരുണ്ട്. ചിലര് ഇതൊന്നും വിഷയമല്ല, കിട്ടിയ ഉടനെ. നമ്മുടെ ഇടയിലും ഉണ്ട്. പണ്ടൊരു യോഗത്തിന് പോയപ്പം കുറച്ച് പേര് ആദ്യം അങ്ങ് കഴിച്ചു. ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുക. വേറൊരു യോഗത്തിന് ചെന്നപ്പം ഒരാൾ ആദ്യം അങ്ങ് കഴിച്ചു. അപ്പോൾ സ്റ്റേജിൽ നിന്ന് പുള്ളി പറഞ്ഞു, ഇന്നയാൾ പ്രാർത്ഥിക്കും. പുള്ളി പറഞ്ഞു, നമുക്ക് വേണേ പ്രാർത്ഥിച്ചാൽ മതി, മുട്ട വായി കിടക്കുക വായില്ല, നമുക്ക് വേണേ പ്രാർത്ഥിക്കാം. ഒരു കാര്യം പറയാം, നിനക്കെപ്പോൾ ഭക്ഷണം കിട്ടിയാലും ദൈവത്തെ മഹത്വപ്പെടുത്തണം. നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഭക്ഷണം കഴിക്കാതെ ഭാരപ്പെടുക. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഞരങ്ങുന്ന കെഞ്ചുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഞാൻ ഞങ്ങളുടെ സഭയിലും വീട്ടിലുമൊക്കെ പറയും, ഒരു ചോറ് പോലും കളയരുത്, കറിയുടെ അരി പോലും നീ കളയരുത്. ആവശ്യമുള്ളത് മേടിക്കണം, ആവശ്യത്തിനുള്ളത് മേടിച്ചോ, കഴിച്ചോ, പക്ഷെ കളയരുത്. എത്രയോ ലക്ഷങ്ങൾ, എത്രയോ ആയിരങ്ങൾ, ലക്ഷങ്ങൾ ആ ഭക്ഷണമില്ലാതെ ഭാരപ്പെടുന്നത്. അപ്പം നിനക്ക് ദൈവം തമ്പുരാൻ ഭക്ഷണം തരുമ്പോൾ ദൈവത്തിന് നന്ദി പറയണം.
മാത്രമാണോ? എനിക്ക് വളരെ ഭയത്തോടും ഭാരത്തോടുമൊക്കെയാണ് ഞാനിത് പറയുന്നത്. അനേകർ മെഡിക്കൽ കോളേജിലും മറ്റ് ആശുപത്രികളിൽ മൂക്കിക്കൂടെ ട്യൂബും ഒക്കെ ഇട്ട് ലിക്വിഡായിട്ട് കഞ്ഞിയൊക്കെ മിക്സിക്കകത്ത് അടിച്ച് ആ കുടലിനകത്തൂടെ അല്പം കിട്ടുന്നത്. എനിക്ക് സങ്കടമുണ്ട്, ദൈവം അവരെ വിടുവിക്കട്ടെ. പക്ഷേ ഞാനൊരു കാര്യം പറയാം, അങ്ങനൊന്നും ഇടവരാതെ ഒരു പ്ലേറ്റ് ചോറും 2 പ്ലേറ്റ് ചോറും അതിനെടുത്ത് കൂട്ടാനും പിന്നെ ഇരിക്കുക, കന്നിട്ടയ്ക്ക് തരിക 2 മക്കളെന്ന് പറഞ്ഞ് എന്നോടൊരാൾ ചോദിച്ചു, ഒരിക്കൽ പറഞ്ഞു ചിക്കൻ്റെ കാല് തരാം. ഞാൻ പറഞ്ഞു ഒരു കോഴിക്ക് 2 കാലേ ഉള്ളൂ, പുള്ളിക്ക് കാല് മതി, നെഞ്ചും തലയെല്ലാം പിന്നെ ആർക്കാ? കാല് തരാൻ. അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞു, ഒരു യോഗം നടന്നപ്പോൾ പറയുന്നത് മോശമാണ്, ഇതുപോലെ മേടിച്ചു കൊടുത്തു. പുള്ളി കാലെല്ലാം എടുത്ത് ഭാഗത്ത് വെച്ചു, നെഞ്ചും തലയെല്ലാം അവർക്കെല്ലാം കൊടുത്തു. അപ്പം നടത്തിപ്പുകാരൻ വന്ന് നോക്കി, എന്ത് ഇനിയുണ്ടോ നോക്കിയപ്പോൾ ഒരു 10-25 കാല്. പുള്ളി പറഞ്ഞ് മുഴുവൻ തിന്നോണം, ബാക്കി ഇവിടെ വെച്ചൊക്കെ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ഇത് അവർക്ക് കൊടുക്കാൻ മേടിച്ചല്ലേ, പുള്ളിക്ക് കാല് ഇഷ്ടം, അതിന് 25 കാല്. അങ്ങനെയുള്ള ബിരുദന്മാരും ഉണ്ട്, ധാരാളം ഉണ്ട്. ഞാൻ പറയുന്നത് ആവശ്യത്തിന് കഴിച്ചോണം, കളയരുത്. ഒരു ചോറ് കളയരുത്, ഒന്നും കളയരുത്. കല്യാണത്തിനൊക്കെ കാണിക്കുന്ന വൃത്തികേട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില കല്യാണങ്ങൾക്ക് കണ്ടിട്ടില്ലേ? എന്ത് വീണ്ടും ഭക്ഷണമാണ് വേസ്റ്റാക്കി കളയുന്നത്. ദൈവന്യായം വിധിക്കും. സ്തോത്രം. ഒരു ഭക്ഷണവും കളയരുത്. നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം അധികം വന്നാൽ ഭക്ഷണമില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ, അവർക്ക് കൊണ്ട് കൊടുക്കണം. രാത്രി ആണെങ്കിലും കൊണ്ട് കൊടുക്കണം. സ്തോത്രം. 10:30 വിളിക്കാൻ പറ. 9:00 നിർത്തുവന്നോർത്തായിരിക്കും വിളി വന്നത്. 10:30 പറ. ദൈവത്തിന് മഹത്വം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഭക്ഷണമൊന്നും കളയരുത്. ഭക്ഷണം തരുന്ന ദൈവത്തിന് നന്ദി പറയണം. പക്ഷികളോട് ചോദിക്കുക, അവ പറഞ്ഞു തരും. പെട്ടകത്തിനകത്ത് നിന്ന് 2 പക്ഷിയെ പറത്തി വിട്ടല്ലോ. ഒന്ന് മലങ്കാക്കയെ പറ്റി വന്നും പോയും വന്നും അങ്ങനെയുള്ള വിശ്വാസികളുണ്ട്. ഈ ആഴ്ച വരും, അടുത്ത ആഴ്ച വരികയല്ല, 2 ആഴ്ച വരും, 3 ആഴ്ച വരും, വന്നും പോയി നിൽക്കുക. കഴിഞ്ഞ ആഴ്ച ഇവിടെ ആയിരുന്നു, ഒരു കല്യാണം ഉണ്ടായിരുന്നു. അടുത്ത ആഴ്ച വരുമോ? നോക്കട്ടെ. അടുത്ത ആഴ്ചയോ? ഒരു എൻഗേജ്മെൻ്റ് ഉണ്ട്. ഇങ്ങനെ അങ്ങ് നടക്കുക. നീ മലങ്കാക്കയാ, നിൻ്റെ പേരാണ് മലങ്കാക്ക. വന്നും പോയി. പക്ഷേ പ്രാവ് അങ്ങനല്ല. പ്രാവിനെ പറത്ത് വിട്ട് കഴിഞ്ഞപ്പോൾ അത് ഇരിക്കാനൊരു സ്ഥലവും കാണുന്നില്ല. ആദ്യം ഇനി തിരിച്ചു പോന്നു. പിന്നെ ആ പച്ച ഒലിവല കുത്തിക്കൊണ്ട് വന്നത്. എനിക്ക് വന്നത് തോമസുകുട്ടി പാസ്റ്റർ എഴുതിയ ഒരു പാട്ടിൻ്റെ വരിയുണ്ട്. ഇരിക്കുവാൻ ഒരിടമും കാണുന്നില്ല, എൻ്റെ കീഴെ വൻസാഗര ജലം മാത്രം. ഇതിന് പൊട്ടിക്കും. ഇരിക്കുവാൻ ഒരിടമും കാണുന്നില്ല, എൻ്റെ കീഴെ വൻസാഗര ജലം മാത്രം. തളരുന്ന എൻ്റെ കൂടെ പറന്നോരെയും കാണുന്നില്ല, എൻ്റെ കൂടെ പറന്നോരെയും കാണുന്നില്ല. ഇരിക്കുവാൻ ഒരിടം കാണുന്നില്ല, എൻ്റെ കീഴെ വൻസാഗര ജലം മാത്രം. ഇരിക്കുവാൻ ഒരിടം കാണുന്നില്ല, എൻ്റെ കീഴെ വൻസാഗര ജലം മാത്രം. തളരുന്ന ചിറകുകളും എൻ്റെ കൂടെ പറന്നോരെയും കാണുന്നില്ല, എൻ്റെ കൂടെ പറന്നോരെയും. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഇപ്പം നന്നായി കേട്ടോ. ഇപ്പം ഞാൻ പാടുകയും ഇവർ വായിക്കൊണ്ട് ചെയ്തപ്പം വളരെ ഇതുപോലെ ആദ്യം മതിയായിരുന്നു. ഇപ്പം എന്താണ്ട് ചെയ്ത് ഇതിനകത്തിപ്പം അല്ല, ഇങ്ങനെ വളരെ നന്നായി. ഇപ്പം നന്നായി. നാണം വന്നപ്പോൾ നേരം വെളുത്തെന്ന് പറഞ്ഞ പോലെ യോഗം തീർന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, പക്ഷികളോട് ചോദിക്കുക, അവ നിനക്ക് പറഞ്ഞു തരും. ഒരു കാര്യമൂടെ പറഞ്ഞങ്ങ് നിർത്തുക. കാക്ക കളറ് നല്ലതല്ല, ആ തള്ളയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. ഏത് തള്ളയാ? വലിയ പൊട്ട് തൊട്ടൊരു തള്ള. ഓ ആ തള്ള
എന്നാ മണ്ഡലമാന്നേലും കളറ് നല്ലതല്ല. ആരുടെയാ? കാക്കയുടെ എന്ന് എല്ലാവരും പറയുന്നു. പക്ഷേ കറുപ്പിന് 7 അഴകെന്നൊക്കെയാണ്. അതൊക്കെ നോട്ടീസിലും ഒക്കെ ഉള്ളു. പക്ഷേ വിഷയത്തോടെ അടുക്കണം ചിലരുടെ. കറുപ്പിന് പിന്നെ അങ്ങനെ ഒരാൾ വന്ന് സ്റ്റേജിലിരുന്ന് ഉടനെ നോട്ടം. ഉടനെ പറയാം മറ്റേതാ. ഇതൊക്കെ പറയുമെന്ന് പിന്നെ നമ്മളെല്ലാം കണ്ടേച്ച് നടക്കുന്നതല്ലേ. കാക്ക അത്ര നല്ല കളറല്ല, ചിലർക്ക് ഇഷ്ടമല്ല. ശബ്ദം എൻ്റെതുപോലെ ഒട്ടും നല്ലതല്ല. കാക്ക പറയും അമ്മാമേ ഞാനൊരു പാട്ട് പാടാം, പിന്നെ എൻ്റെ പാട്ടും കൊണ്ട് ഇവിടെങ്ങും വന്നേക്കരുതെന്ന് പറയും. കാക്ക കണ്ടാൽ ആരും ഉടനെ ഇല്ല ചുമ്മാ പോകുന്ന അല്ല. കാക്ക ഒരുത്തനെയും വിശ്വാസമില്ല. നമ്മൾ കാല് ചൊറിയ ഉടനെ കാക്ക അങ്ങ് മറന്നു പോകും. കളറ് നല്ലതല്ല, ശബ്ദവും അത്ര നല്ലതല്ല. ഏത് കൊലകൊമ്പൻ്റെ ഇരിക്കുന്ന സാധനവും തട്ടിപ്പറിക്കും. ഇങ്ങനെയൊക്കെ ഒത്തിരി അപാകതകളുണ്ട് മാനുഷിക നോട്ടത്തിൽ. പക്ഷികളെല്ലാം കൂടെ സമ്മേളനം ചേർന്നപ്പം കുയിൽ നന്നായിട്ട് പാടുക. എല്ലാവരും പറഞ്ഞു സിസ്റ്റർ ഒരു പാട്ടുകൂടെ പാടാൻ. ആരോടാ? കുയിലിനോട്. എവിടാ പഠിച്ചത്? സാധ്യ തിരുനാളിൽ. ഒന്നുകൂടെ പാടും. കാക്ക ഇത് കണ്ട പറഞ്ഞു ഞാനൂടെ പാടാൻ. മിണ്ടരുത് ഇന്ന് ഞാൻ. സ്തോത്രം. തത്ത, നല്ല തത്ത നോക്കിയിരിക്കും. തത്ത എന്തോ സൗന്ദര്യമാണ്. ആ ഡിസൈനുമൊക്കെ എന്തോ, ആ വാലും ആ നല്ല ചുണ്ടും നോക്കിയിരിക്കും. കാക്കേനെ ആരാ നോക്കിയിരിക്കുന്നത്? നല്ല ഏലായി. ആരും നോക്കത്തുമില്ല, ഗവനിക്കത്തുമില്ല. കളറും നല്ലതല്ല, ശബ്ദവും നല്ലതല്ല. കാക്കയ്ക്കും വലിയ സങ്കടമായി. പക്ഷേ തമ്പുരാൻ ഒരു ദിവസം ഒരു കാക്കയെ വിളിച്ചേച്ച് പറഞ്ഞു, ഉപദേശി അവിടെ ഇരിപ്പുണ്ട്, കൊണ്ട് കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ ദൈവദാസനെ ശുശ്രൂഷിക്കാൻ ഒരു അവസരം തരിക. കുയിലിനെ വിളിച്ചില്ല, സൗന്ദര്യമുള്ള തത്തേനെയും വിളിച്ചില്ല, ഓലേഞ്ഞാലി കുരുവിയെയും വിളിച്ചില്ല. സ്തോത്രം. പലരും ഉപേക്ഷിച്ച് ത്യജിച്ച് വെറുത്ത് ഒറ്റപ്പെടുത്തിയ കാക്കയെ ദൈവം വിളിച്ചു. സ്തോത്രം. നിങ്ങൾ ആത്മീക ലോകത്തെ പാട്ട് മിക്കതും എടുത്തേ, കുയിലിനെ പറ്റി ഒരു പാട്ടും ഇല്ല. പിന്നെ ഉണ്ട്, സിനിമാ പാട്ടുണ്ട്, കുയിലിനെ തേടി. കേട്ടിട്ടില്ലേ? ഒരു പാട്ടില്ലേ? ഉണ്ടൊരു പാട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാം ആത്മീയരായതുകൊണ്ട് ഇപ്പം പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും ഒരു പാട്ടുണ്ട്. വരിയൊന്നും ഞാൻ ഓർക്കുന്നില്ല. കുയിലിനെ തേടി കുയിലിനെ തേടി കുതിച്ചു പായും മാര. കേട്ടിട്ടില്ല? പാടി നടന്നത് ആ റോഡ്. കുയിൽ വന്നുമില്ല. കുയിലിനെ പറ്റിയുണ്ട് ലോകത്തിൻ്റെ പാട്ട്. ആത്മീക ലോകത്ത് അങ്ങനെ കുയിലിനെ പറ്റി അങ്ങനെ വലിയ പാട്ടൊന്നും. പക്ഷെ ഇന്നും പാടി ആരാധിക്കുന്നത് കാക്കയുടെ പേര് പറഞ്ഞ. സ്തോത്രം. ഇല്ലേ? ഇപ്പോഴും കാക്കയുടെ പേര് ഇല്ലേ? കർത്താവ് അങ്ങനെ പറഞ്ഞ, കാക്കകളെ വിചാരിപ്പിൻ. യേശുവും പരാമർശിക്കുമ്പോൾ കാക്കയുടെ കാര്യം പറഞ്ഞു. സ്തോത്രം. ഈ പക്ഷികളോട് ചോദിക്കുക, പക്ഷി തന്നെ പറഞ്ഞു തരും. നീ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിന്നാൽ, യേശുവിനെ ശുശ്രൂഷിച്ചാൽ, സുവിശേഷ വേലയെ ആദരിച്ചാൽ, കർത്താവിൻ്റെ വേലയ്ക്ക് ചുമല് കൊടുത്താൽ നിന്നെ ദൈവം മറന്നു കളയത്തില്ല. നിന്നെയും നിന്റെ സന്തതിയെയും ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ പ്രസംഗം അങ്ങ് നിർത്തുക. സമയം തന്നതിന് നന്ദി. എന്നെ സഹിച്ച് ഇത്ര നേരം ഇരുന്നതിന് നിങ്ങൾക്കെല്ലാം വളരെ നന്ദി. ഈ സമീപത്തുള്ള ഭവനത്തിലുള്ളവർക്കും വളരെ നന്ദി. ദേശനിവാസികൾക്ക് നന്ദി. ഒരു കാര്യം പറഞ്ഞങ്ങ് നിർത്താം. യേശു ക്രിസ്തു ഏകദൈവം. യേശു ക്രിസ്തുവിനെ കൊണ്ട് മാത്രം രക്ഷ, മറ്റൊരുത്തനും രക്ഷയില്ല. നരകവും ഉണ്ട്, സ്വർഗവും ഉണ്ട്. നരകത്തിൽ പോകരുത്. ചാകാത്ത പുഴുവും കെടാത്ത തീയും ഗന്ധകവും തീയും പല്ലുകടിയും കരച്ചിലും ദണ്ണനോ ഇരുട്ടുമൊക്കെ ആ നരകത്തിൽ. ആമേൻ. സ്വർഗത്തിലെത്തണം. അവിടെ എന്നും സന്തോഷവും ആനന്ദവും എല്ലാറ്റിനുപരി സ്വർഗത്തെ വലിയവനാകുന്ന യേശുവുണ്ട്.
സ്തോത്രം. ആ സ്വർഗത്തിൽ പോകാൻ കാശ് മുടക്കുന്നില്ല. ഒറ്റ കാര്യം ചെയ്താൽ മതി, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി ചെയ്തിരിക്കുക. രക്ഷിക്കപ്പെട്ടവരുടെ പേര് ജീവന്റെ പുസ്തകത്തിലെഴുതും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യെ തള്ളിക്കിടും. എന്നാൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുന്നവർക്ക് നിത്യതയിലെത്താം. ഇന്ന് രാത്രി ആ ശുശ്രൂഷ, ആ അനുഭവം എല്ലാവരും പ്രാപിക്കുവാനൊന്ന് സമർപ്പിച്ചാട്ടെ. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് കൂട്ടായ്മ ആചരിച്ച് തിരുമേശികെടുത്ത് പ്രാർത്ഥന കഴിച്ച് വിശ്വസ്തയോടെ വിശുദ്ധിയോടെ അപ്പോസ്തലിക ഉപദേശത്തിൽ നിന്ന് ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ എല്ലാവരും സമർപ്പിക്കാം. ഏതായാലും നമ്മൾ കാക്കയുടെ കാര്യം പറഞ്ഞാന്നല്ലോ നിർത്തിയത്. 2 ശീലി പാട്ട് പാടി നമുക്ക് ഇന്ന് രാത്രി അങ്ങ് പിരിയാം. ഭക്ഷണമില്ലാതെ വാടി കുടഞ്ഞിടുമ്പോൾ ഭക്ഷണമായി കാകനെന്റെ അരികിൽ വരും. ഓ ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോ ഓ ഭക്ഷണമായി കാകനെന്റെ അരികിൽ വരോ. അപ്പവും ഇറച്ചിയും കരത്തിൽ തരൂ ജീവ ഉറവയും ദാഹം തീർത്തിടോ. അപ്പവും ഇറച്ചിയും കരത്തിൽ തരൂ ജീവ ഉറവയും. കൈയടിച്ച് ചേർന്ന് നിനച്ചിടുമ്പോ എനിക്കായി കരുതുവാൻ ഇകത്തിലില്ലേ ഒന്നോ ചുമത്തുവാൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഇകത്തിലില്ലേ ഒന്നോ ചുമത്തുവാൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഇകത്തിലില്ലേ ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഇതുവരെ നിങ്ങൾ സഹകരിച്ചതിന് നന്ദി. 1 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. 1 മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ആ കരങ്ങളൊന്ന് വീശി ഉയർത്തി ചേർന്നൊന്ന് പാടിയാട്ടെ. ഇന്നും എന്നേക്കും വേർപിരിയാതെ കരങ്ങൾ ഉയർത്തി വീശി പാർക്കും നമ്മളെല്ലാം. ഓ ഇന്നും എന്നേക്കും വേർപിരിയാതെ ഒരിക്കൽ കൂടെ കൂടെ പാർക്കും നമ്മളെല്ലാം. ഓ ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ. എല്ലാവർക്കും ശാന്തമായിട്ടിരിക്കുക. ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച കർത്തദാസന് സഭയ്ക്ക് നന്ദി. എന്നെ കേട്ടിരുന്ന എല്ലാ മാന്യ ദൈവമക്കൾക്കും നന്ദി. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വീണ്ടും ചോദിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.